പുതുവർഷം സാധാരണ നമ്മൾ ഓർക്കുന്നത് വെടിക്കെട്ടും സന്തോഷവുമാണല്ലേ. പക്ഷേ 2026 തുടങ്ങിയത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. നിലവിളികളുടെയും സൈറണുകളുടെയും ശബ്ദത്തോടെയായിരുന്നു. സ്വിസ് ആൽപ്സിലെ ക്രാൻസ് മൊണ്ടാനയിൽ ഒരു വലിയ ആഘോഷം എങ്ങനെയാണ് ഒരു ദുരന്തമായി മാറിയത്? നമുക്ക് ആ രാത്രിയിലേക്ക് ഒന്ന് പോയി നോക്കാം. സംഭവസ്ഥലത്ത് നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളാണിത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ, ആ രാത്രി എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന്. എല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു. പുലർച്ചെ 1:30-ക്ക് തീപിടുത്തമുണ്ടാവുന്നു. വെറും 10 മിനിറ്റിനുള്ളിൽ, അതെ, വെറും 10 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ റെസ്ക്യൂ ടീം അവിടെ എത്തി. എന്നിട്ടും നേരം വെളുത്തപ്പോഴാണ് ലോകം ആ സത്യം തിരിച്ചറിഞ്ഞത്. അവിടെ സംഭവിച്ചത് ഒരു ചെറിയ തീപിടുത്തമല്ല, ഒരു വൻ ദുരന്തം തന്നെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ശരിക്കും അവിടെ നടന്നത്? നമുക്ക് ആ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ക്രാൻസ് മൊണ്ടാന സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്വപ്നഭൂമി പോലെയാണ്. മഞ്ഞുമൂടിയ മലകൾ, അവിടെ പുതുവർഷം ആഘോഷിക്കാൻ 100 കണക്കിന് ആളുകൾ, ഒരു ബാറിനുള്ളിൽ പാട്ടും ചിരിയും. പെട്ടെന്നാണ് അതെല്ലാം നിലവിളികളായി മാറിയത്, തീയും പുകയും. അപ്പോ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ക്ലിയറാക്കാം. ഇത് നടന്നത് ലേ കോൺസ്റ്റലേഷൻ എന്നൊരു ബാറിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു ബേസ്മെന്റ് ബാറായിരുന്നു. അതായത് രക്ഷപ്പെടാനുള്ള വഴികൾ കുറവ്. പോരാത്തതിന് ന്യൂ ഇയർ രാത്രി 400 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് എത്ര പേരുണ്ടാവുമെന്ന് ഊഹിക്കാലോ. ഒരുപക്ഷേ ഇതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രയധികം കൂട്ടിയത്. ഏതൊരു ദുരന്തത്തിലും നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് അതിലെ കണക്കുകളാണ്. എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര പേർക്ക് പരിക്കേറ്റു. നമുക്ക് ആ നമ്പറുകളിലേക്കൊന്ന് നോക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. ആ ഇടുങ്ങിയ ബേസ്മെന്റിൽ 100-ലധികം ആളുകൾ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ പോയവരാ. പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവരൊരു കെണിയിലകപ്പെട്ടുപോയി. രക്ഷപ്പെട്ടവരുടെ കാര്യമോ? ഏകദേശം 100ഓളം പേർക്ക് പരിക്കേറ്റു. വെറും ചെറിയ പരിക്കുകളല്ല, ഭൂരിഭാഗത്തിനും ഗുരുതരമായ പൊള്ളലാണ് ഏറ്റത്. ആലോചിച്ചു നോക്കൂ, അതവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കുമെന്ന്. ഇനി ഏറ്റവും വേദനിപ്പിക്കുന്ന കണക്ക്, മരണസംഖ്യ. പോലീസ് കൃത്യമായൊരു നമ്പർ പുറത്തുവിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞത് ഡസൻ കണക്കിന് ആളുകൾ മരിച്ചു എന്നാണ്. ഓരോ നമ്പറിന് പിന്നിലും ഒരു കഥയുണ്ട്, ഒരു ജീവിതമുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. ക്രാൻസ് മൊണ്ടാന ഒരു ഗ്ലോബൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ടുതന്നെ ഈ ദുരന്തത്തിൽപ്പെട്ടവരിൽ പല നാടുകളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. ഈ വാർത്ത പുറത്തുവന്നപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരാണോ എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു. ഇത് ഒരു നാടിന്റെ മാത്രം ദുരന്തമല്ലാതായി മാറി. ഇത്രയും വലിയൊരു ദുരന്തം നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു? ഓരോ സെക്കൻഡും നിർണായകമാണ്. സമയത്തോട് മത്സരിച്ച് നടത്തിയ ആ വലിയ എമർജൻസി റെസ്പോൺസിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ നമ്പറുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കാര്യങ്ങളുടെ ഗൗരവം. 40 ആംബുലൻസുകൾ, 10 ഹെലികോപ്റ്ററുകൾ, 150-ലധികം പാരാമെഡിക്കുകൾ. ഒരു ചെറിയ സ്വിസ് പട്ടണത്തിലേക്കാണ് ഇത്രയും വലിയൊരു ടീം പാഞ്ഞെത്തിയത്. പിറ്റേന്ന് രാവിലെ 9 മണിയായപ്പോൾ ഗവൺമെന്റ് ഒരു പ്രത്യേക സാഹചര്യം പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ ഇത് വെറുമൊരു തീപിടുത്തമല്ല, മറിച്ച് രാജ്യത്തിന്റെ മുഴുവൻ വിഭവങ്ങളും വേണ്ടിവരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ പ്രതിസന്ധിയെ നേരിട്ടത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു. ഒന്ന്, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആ പ്രദേശത്തിനു മുകളിൽ ഒരു നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. 2, അവിടുത്തെ ഹോസ്പിറ്റലുകളൊക്കെ നിറഞ്ഞതുകൊണ്ട് ഗുരുതരമായി പൊള്ളലേറ്റവരെ രാജ്യത്തെ സ്പെഷ്യാലിറ്റി ബേൺ സെന്ററുകളിലേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി. പിന്നെ തീർച്ചയായും വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ലൈനുകൾ തുടങ്ങി. മരിച്ചവരെ തിരിച്ചറിയാൻ സൂറിച്ചിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധരെ വരെ കൊണ്ടുവന്നു. ഇതൊരു വമ്പൻ ഓപ്പറേഷനായിരുന്നു. ഒരു വശത്ത് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ മറുവശത്ത് എല്ലാവരുടെയും മനസ്സിൽ ഒരേയൊരു ചോദ്യമായിരുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? നമുക്ക് ആ അന്വേഷണത്തിലേക്ക് കടക്കാം. ആദ്യമൊക്കെ ഒരുപാട് കൺഫ്യൂഷനുകളുണ്ടായിരുന്നു. ആദ്യം വന്ന റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞത് ഒരു വലിയ സ്ഫോടനമാണ് നടന്നത് എന്നായിരുന്നു. പക്ഷെ പിന്നീട് പോലീസ് അത് തിരുത്തി. അവർ പറഞ്ഞത് ആദ്യം തീപിടുത്തമാണുണ്ടായത്, അതിനെ തുടർന്നായിരിക്കാം ചെറിയ സ്ഫോടനങ്ങൾ നടന്നതെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, കാരണം ഇത് അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. അപ്പോ അന്വേഷണത്തിലെ ഇതുവരെ എന്താണ് കണ്ടെത്തിയത്? 1, ഇതൊരു ടെറർ അറ്റാക്ക് അല്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു. അത് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷെ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. എങ്കിലും ഒരു സംശയം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആ ബാറിനുള്ളിൽ ഒരു കോൺസെർട്ടിന്റെ ഭാഗമായി പടക്കം ഉപയോഗിച്ചിരുന്നു എന്നത്. അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവിടെയുണ്ടായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഒരു ചെറിയ സ്വിസ് പട്ടണത്തിലെ ബാറിൽ ഇത്രയധികം ആളുകൾ ഒത്തുകൂടിയത്? അതിന് നമ്മൾ ക്രാൻസ് മൊണ്ടാന എന്ന സ്ഥലത്തെക്കുറിച്ച് കുറച്ചുകൂടി അറിയണം. ഒന്ന് നോക്കി, ക്രാൻസ് മൊണ്ടാന ഒരു സാധാരണ ഗ്രാമമല്ല. ഇതൊരു അപ്മാർക്കറ്റ് സ്കീ റിസോർട്ടാണ്.
ലോകത്തിലെ തന്നെ ലക്ഷറി ടൂറിസത്തിന്റെ ഒരു ഹബ്ബ്. വെറും 10,000 ആളുകളെ അവിടെ സ്ഥിരമായി താമസിക്കുന്നുള്ളൂ. പക്ഷേ ടൂറിസ്റ്റ് സീസണിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അങ്ങോട്ടേക്ക് വരാൻ കാരണം അവിടുത്തെ സ്കീ ട്രാക്കുകളും ആ ലക്ഷറി ലൈഫ് സ്റ്റൈലുമൊക്കെയാണ്. ഈയൊരു ഗ്ലോബൽ അപ്പീൽ തന്നെയാണ് അവിടുത്തെ ഒരു ചെറിയ ബാറിലുണ്ടായ അപകടത്തെ ഒരു അന്താരാഷ്ട്ര ദുരന്തമാക്കി മാറ്റിയത്. ഇന്ന് ക്രാൻസ് മൊണ്ടാനയിലെ ആളുകൾ ആ ഷോക്കിൽ നിന്ന് പതിയെ കരകയറാൻ ശ്രമിക്കുന്നു. അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഈ ദുരന്തം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ആഘോഷങ്ങൾ, നമ്മൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ, അതൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ്? ഒരു പുതിയ വർഷം തുടങ്ങിയത് ഇങ്ങനൊരു ദുരന്തത്തോടെയാണ്. ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാം.